Hi friends, welcome to Commerce Bites. I hope you people are doing well. തംബ്നെയിൽ കണ്ട പോലെ ഇതൊരു മൺഡേ മാരത്തൺ ആണ്. മാരത്തൺ ഇൻ ദ സെൻസ് നമ്മളൊരു 20 to 25 കീവേഡ്സ് ആണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. സ്റ്റുഡൻസിൻ്റെ റിക്വസ്റ്റ് പ്രകാരമാണ് നമ്മൾ ഇങ്ങനൊരു സീരീസ് പ്ലാൻ ചെയ്തത്. കാരണം മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ സീരീസിൽ വരുമ്പോൾ 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു ഡ്രോബാക്ക് കണ്ടതുകൊണ്ടാണ് ഈ ഒരു സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, so I hope you people are all happy with this series. So without much delay, let's move to our discussion series, that is Monday Marathon series number 1. നമ്മളുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എൻകൾട്രേഷൻ ആണ്. എൻകൾട്രേഷൻ മീൻസ് ദാറ്റ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് അക്വയറിംഗ് റൂൾസ്, നോംസ്, വാല്യൂസ്, കസ്റ്റംസ് ആൻഡ് ഗൈഡ് ലൈൻസ് ഓഫ് എ കൾച്ചർ ഇൻ ഓർഡർ ടു ബി എ പാർട്ട് ഓഫ് എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയുടെ ഭാഗമാകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു സൊസൈറ്റിയുടെ റൂൾസ്, അവരുടെ നോംസ്, അതായത് അവരുടെ കുറച്ച് രീതികൾ, വാല്യൂസ്, കസ്റ്റംസ്, പിന്നെ ഗൈഡ് ലൈൻസ് ഓഫ് ദ കൾച്ചർ, അതെല്ലാം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുകയാണ്, അക്വയർ ചെയ്യുന്നത്. ആ ഒരു പ്രോസസ്സിനെയാണ് എൻകൾട്രേഷൻ എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് വാട്ട് ഇസ് എൻകൾട്രേഷൻ. അതൊരു പ്രോസസ്സാണ്. നമ്മൾ വേറൊരു സൊസൈറ്റിയിലേക്ക് മാറി ആ ഒരു സൊസൈറ്റിയുടെ റൂൾസ്, നോംസ്, വാല്യൂസ്, കസ്റ്റംസ്, ഗൈഡ് ലൈൻസ് ഓഫ് എ കൾച്ചർ, അതിൻ്റെ ഒരു ഭാഗമാവാൻ, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാകാൻ നമ്മൾ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് എൻകൾട്രേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒരു പോയിൻ്റ് 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ലെക്ചർ നോട്ട് എഴുതാൻ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചും, അതോടൊപ്പം തന്നെ ഒരു കാര്യം നിങ്ങൾ 2 പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡിൽ നിൽക്കും എന്നുള്ളതാണ് ഒരു സയൻറ്റിഫിക് സ്റ്റഡി. അതുകൊണ്ടാണ് ഞാൻ ഒരു കാര്യം തന്നെ 2 പ്രാവശ്യം പറയുന്നത്. അതോടുകൂടെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ ആ ഒരു 20-25 കീവേഡ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയിട്ടുണ്ടാവും. പിന്നെ ഇന്ന് തന്നെ നിങ്ങൾ ഈ ഒരു നോട്ട്സ് റെഫർ ചെയ്യുകയാണ്, റിവ്യൂ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഓൾവേസ് ഇൻ യുവർ മൈൻഡ്. മനസ്സിലായോ? സോ ഈ ഒരു എൻകൾട്രേഷൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്കൊരു ഡൗട്ട്ഫുള്ളായിട്ടുള്ള ഒരു ടോപ്പിക്കായിരിക്കും അക്കൾട്രേഷൻ. അക്കൾട്രേഷന് ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്കായി ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പറഞ്ഞു തരാം. ഞാൻ അതിന് ഒരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞത്. ഒരു കുട്ടിയും മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ, സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് ഞാൻ ആ ഒരു അക്കൾട്രേഷൻ എന്ന ഒരു പ്രോസസ്സ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇട്ട് കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അക്കൾട്രേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ദ കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് കസ്റ്റം ഓഫ് വൺസ് ഓൺ കൾച്ചർ ബൈ അഡോപ്റ്റ് ട്രേറ്റ്സ് ഓഫ് ദ ഡിഫറെൻറ്റ് കൾച്ചർ. അതായത് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുകയാണ്, മാറി ചിന്തിക്കുകയാണ്, മറ്റു കൾച്ചറിൻ്റെ ബിലീഫ്സ്, കസ്റ്റംസ് നമ്മളുടേതായി എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു കാര്യത്തിനോട് അഡ്ജസ്റ്റ് ചെയ്യുകയാണ്, അഡാപ്റ്റ് ചെയ്യുകയാണ്. ആ ഒരു പ്രോസസ്സിനെയാണ് അക്കൾട്രേഷൻ എന്ന് പറയുന്നത്. അണ്ടർസ്റ്റുഡ്? എൻകൾട്രേഷൻ എന്ന് പറയുമ്പോൾ അത് നമ്മൾ അക്വയർ ചെയ്യുകയാണ്, ആ ഒരു സൊസൈറ്റിയുടെ ഭാഗമാവാൻ വേണ്ടിയിട്ട് നമ്മൾ അക്വയർ ചെയ്യുന്നതാണ്. അക്കൾട്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ട്രാൻസ്ഫോമിങ് ദ കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് കസ്റ്റംസ് ഓഫ് വൺസ് ഓൺ കൾച്ചർ ബൈ അഡോപ്റ്റിംഗ് ട്രേറ്റ്സ് ഓഫ് എ ഡിഫറെൻറ്റ് കൾച്ചർ. മറ്റൊരു കൾച്ചറിൻ്റെയാണ് ട്രേറ്റ്സും ബിലീഫ്സാണ് നമ്മളുടേതായി നമ്മൾ ട്രാൻസ്ഫോം ചെയ്തെടുക്കുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. സോ ഇപ്പോൾ നമ്മൾ എൻകൾട്രേഷൻ, അക്കൾട്രേഷൻ പറഞ്ഞു, 2 കീവേഡ്സ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് കൾച്ചറൽ ലാഗ്. ഈ ഒരു കൾച്ചറൽ ലാഗ് ഞാൻ ഓൾറെഡി സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. കൾച്ചറൽ ലാഗ് ആ ഒരു വാക്കിൽ തന്നെയുണ്ട്. ലാഗ് അടുപ്പിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? കൾച്ചർ ടേക്സ് ടൈം ടു ക്യാച്ച് അപ്പ് ഇന്നോവേഷൻ ആൻഡ് സോഷ്യൽ പ്രോബ്ലം കോസ്ഡ് ബൈ ദ ലാഗ്. അതിന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു എക്സാമ്പിളാണ്, നമ്മളുടെ നാട്ടിൽ ഫോൺസ് വന്നിട്ട് കുറേ നാളായി, പക്ഷെ നമ്മളതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാൻ കുറേ അധികം ടൈം എടുത്തു, കുറേ അധികം ഇയേഴ്സ് എടുത്തു, റൈറ്റ്? ആ ഒരു പ്രോസസ്സിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. ആൻഡ് കൾച്ചറൽ ഡിഫ്യൂഷൻ, അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നമ്മളുടെ നാട്ടിലെ പിസ്സ, ബർഗർ, മക്ഡൊണാൾഡ്സ്, KFC, ഇതെല്ലാം മറ്റു നാട്ടിലെ മറ്റു കൾച്ചറിലുള്ള കുറച്ച് ഫുഡ് ഐറ്റംസ് ആണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സ്പീക്കിങ്ങും നമുക്കിവിടെ എടുക്കാം. കാരണം മറ്റൊരു നാട്ടിലെ ഒരു ലാംഗ്വേജാണ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ബട്ട് ഇപ്പോൾ ഇവിടെ അത് വളരെയധികം പോപ്പുലറായി, റൈറ്റ്? അതിന് ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന് നമ്മളുടെ ഈ നാട്ടിൽ വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് സ്പ്രെഡിങ് കൾച്ചറൽ ട്രേറ്റ്സ് ഫ്രം വൺ റിലീജിയൻ ടു അനദർ, സ്പ്രെഡ് ഓഫ് കൾച്ചറൽ ബിലീഫ്സ് ആൻഡ് സോഷ്യൽ ആക്ടിവിറ്റീസ് ഫ്രം വൺ ഗ്രൂപ്പ്. ഇതാണ് കൾച്ചറൽ ഡിഫ്യൂഷൻ. ഓക്കെ,
സോ എൻകൾട്രേഷൻ പറഞ്ഞു, കൾച്ചറൽ ലാഗ്, acculturation, cultural diffusion, and the last one we are going to discuss is cultural inertia. Cultural inertia എന്ന് പറയുന്നത് it is a tendency for the group of people clinch to the tradition and way of thinking that they have outlived their usefulness. അതായത് അവർ അവരുടേതായ ട്രഡീഷനിൽ മാത്രം ചിന്തിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ നമുക്ക് നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെ എടുക്കാം. അവർക്ക് അവരുടേതായ കുറച്ച് രീതികളുണ്ട്. അവരതിൽ നിന്ന് ഒരു കാരണം വെച്ചാലും ചേഞ്ച് ചെയ്യാനോ അവർ സമ്മതിക്കില്ല. അവരവരുടേതായ രീതികളിലൂടെ മാത്രം മുന്നോട്ട് പോവുള്ളൂ. അതാണ് കൾച്ചറൽ ഇനേർഷ്യ എന്ന് പറയുന്ന ആ ഒരു ടേം. സോ ഞാൻ പറഞ്ഞു, ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ സിംഗിൾ ലൈനേഴ്സാണ് ഞാനിവിടെ പ്രൊവൈഡ് ചെയ്തതെന്ന് അല്ലേ. സോ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ആക്സെപ്റ്റിംഗ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി വേർ ദ ഇൻഡിവിജ്വൽ ലീവ്സ് എന്നായിരുന്നു നമ്മളുടെ ക്വസ്റ്റ്യൻ. ആൻഡ് ദ ആൻസർ വിൽ ബി എൻകൾട്രേഷൻ. അതായത് എൻകൾട്രേഷൻ നമ്മൾ പറഞ്ഞു ആക്സെപ്റ്റിംഗ് നോംസ് ആൻഡ് വാല്യൂസ് ഓഫ് ദ സൊസൈറ്റി വേർ ദ ഇൻഡിവിജ്വൽ ലീവ്സ് ഇൻ. സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് കുറച്ച് ഫേമസ് ആയിട്ടുള്ള വെൽ നോൺ സൈക്കോളജിസ്റ്റ് അങ്ങനെയുള്ള കുറച്ച് ഫേമസ് പേഴ്സണാലിറ്റീസിനെ പറ്റി ഒന്ന് നോക്കാം. ഫസ്റ്റ് വൺ എൽ തേഴ്സ്റ്റൺ എന്ന് പറയുന്നത് ലൂയിസ് ലിയോൺ തേഴ്സ്റ്റൺ എന്നാണ്. പ്രൊപ്പോസ് എ തിയറി ഇൻ 1930s ഇൻ ഇൻ്റലിജൻസ്. സോ തേഴ്സ്റ്റൺ എന്നെവിടെ കണ്ടാലും ജസ്റ്റ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരിക ആൾ കുറച്ച് ഇൻ്റലിജൻസ് കൂടിയൊരു വ്യക്തിയാണ്. സോ ആൾ പ്രൊപ്പോസ് ചെയ്ത തിയറിയും ഇൻ്റലിജൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് എന്ന് നിങ്ങളുടെ മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കാം. പിന്നെ ആ ഒരു ഇൻ്റലിജൻസ് തിയറി നമ്മളിപ്പോൾ കുറച്ചധികം ഇൻ്റലിജൻസ് തിയറി നോക്കിയിട്ടുള്ളവരായിരിക്കും റൈറ്റ്. ഞാൻ തന്നെ ഇൻ്റലിജൻസ് തിയറീനെ പറ്റി ഒരു ക്ലാസ് അത് മാത്രമായിട്ടുള്ള ഒരു ഇൻ്റലിജൻസിൻ്റെ ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. അതിൽ കുറേ അധികം ഫാക്ടേഴ്സ് ഉണ്ട്. ഇവിടെ തേഴ്സ്റ്റൺ പറയുന്നത് 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ആണ് പറയുന്നത്. ആൻഡ് അത് ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ തേഴ്സ്റ്റൻ്റെ ആ ഒരു പേരിൻ്റെ താഴെ ഈ പറയുന്ന 7 പ്രൈമറി മെൻ്റൽ എബിലിറ്റീസ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. എന്നിട്ട് ഒന്ന് റിവ്യൂവും ചെയ്തോളൂ. കാരണം ഏത് സൈഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് മാത്രം. ഓക്കെ, സോ ഫസ്റ്റ് വൺ വെർബൽ കോംപ്രിഹെൻഷൻ, പിന്നെ വേർഡ് ഫ്ലുവൻസി, നമ്പർ ഫെസിലിറ്റി, സ്പാക്റ്റിയൽ വിഷ്വലൈസേഷൻ, അസോസിയേറ്റീവ് മെമ്മറി, പെർപെക്ച്വൽ സ്പീഡ് ആൻഡ് റീസണിങ്. ഞാൻ ഒന്നുകൂടെ വേണമെങ്കിൽ റിപ്പീറ്റ് ചെയ്യാം. വെർബൽ കോംപ്രിഹെൻഷൻ, വേർഡ് ഫ്ലുവൻസി, നമ്പർ ഫെസിലിറ്റി, സ്പാക്റ്റിയൽ വിഷ്വലൈസേഷൻ, അസോസിയേറ്റീവ് മെമ്മറി, പെർപെക്ച്വൽ സ്പീഡ് ആൻഡ് റീസണിങ്. ഈ 7 ആയിട്ടുള്ള നമ്മളുടെ പ്രൈമറി മെൻ്റൽ എബിലിറ്റീസാണ് തേഴ്സ്റ്റൺ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇൻ ഹിസ് ഇൻ്റലിജൻസ് തിയറി. സോ മറന്നുപോകില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൽ തേഴ്സ്റ്റൺ എവിടെ കണ്ടാലും അപ്പോൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുക, ആൾക്ക് ഇൻ്റലിജൻസ് കുറച്ച് കൂടുതലുണ്ട്. സോ തിയറി ഓഫ് ഇൻ്റലിജൻസ് ആണ് ആൾ പ്രപ്പോസ് ചെയ്തത് ഇൻ ദ ഇയർ 1930s. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ വില്യം ജെയിംസ് ഈസ് എൻ അമേരിക്കൻ ഫിലോസഫർ, ഒരു ഹിസ്റ്റോറിയനാണ് ആൻഡ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. ആൻഡ് ഹി വാസ് ദ ഫസ്റ്റ് എഡ്യൂക്കേറ്റർ ടു ഓഫർ സൈക്കോളജി കോഴ്സസ് ഇൻ US ഫസ്റ്റായിട്ട് സൈക്കോളജി കോഴ്സ് തന്നെ ഓഫർ ചെയ്തത് വില്യം ജെയിംസ് ആണ്. ആൻഡ് ഹി വാസ് എ അമേരിക്കൻ ഫിലോസഫർ. ഓക്കെ, ഈ പറയുന്ന കീവേഡ്സ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. That's enough. Okay. And William James is famous for helping to found philosophy as a formal discipline for establishing the school of functionalism in psychology and for greatly advancing the movement of pragmatism in philosophy. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ് പ്രാഗ്മാറ്റിസം. അപ്പോൾ ആ ഒരു പ്രാഗ്മാറ്റിസത്തിന് കൂടുതലായിട്ട് അഡ്വാൻസ് മൂവ്മെൻറ്റ് നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് വില്യം ജെയിംസ് എന്ന് പറയുന്ന അമേരിക്കൻ ഫിലോസഫർ. ഓക്കെ, സോ ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് എ ബ്രീഫ് പിക്ചർ ഓഫ് വില്യം ജെയിംസ് എന്ന് പറയുമ്പോൾ തന്നെ ഓർക്കുക പ്രാഗ്മാറ്റിസം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ദ നെക്സ്റ്റ് വൺ ഇസ് എഡ്വേർഡ് ലീ തോർൻഡിക്. അതിനെപ്പറ്റി ആ വ്യക്തിയെപ്പറ്റി ഞാൻ കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. കാരണം ആ ഒരു പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഹീ ഈസ് സംവാട്ട് ഫേമസ് ഇൻ
notes, right? And he is an American psychologist who entire career-ൽ ആൾ കൂടുതൽ ഒരു ടീച്ചറായിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് ഇൻ ടീച്ചേഴ്സ് കോളേജസ് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ. ഓക്കെ, ആൻഡ് തൊറൻഡിക് എന്ന് പറയുമ്പോൾ തന്നെ കുട്ടികളുടെ മൈൻഡിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്, വിച്ച് ഹി ഹാഡ് ഡൺ ഹിസ് തിയറി. ആൻഡ് അവിടെ യൂസ് ചെയ്തിരുന്ന ആ ഒരു ബോക്സിന് വിളിച്ചിരുന്നതാണ് പസിൽ ബോക്സ്, ലോ ഓഫ് എഫക്റ്റ് എന്ന് പറയുന്നത്. പിന്നെ ആ ഒരു തിയറിയിൽ തൊറൻഡിക് റെപ്രസെൻ്റ് ചെയ്തത് സ്റ്റിമുലസ് റെസ്പോൺസ് തിയറീനെയാണ്. ആ ഒരു ഫ്രെയിം വർക്കിനെയാണ് കൂടുതൽ ഫോക്കസ് കൊടുത്തിരുന്നത്. ആ ഒരു തിയറീനെ കണക്ഷനിസം എന്ന് പറയും. അങ്ങനെ ജസ്റ്റ് കുറച്ചധികം കീവേഡ്സ് ഉണ്ട് ഈ ഒരു തൊറൻഡിക്കിൻ്റെ ട്രയൽ ആൻഡ് എറർ തിയറിയിൽ. ഓക്കെ, ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് ഓൾ ദ പോയിൻറ്റ്സ്, റൈറ്റ്? ഞാൻ ഇനി അത് റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഈ ഞാൻ പറഞ്ഞ പോയിൻറ്റ്സും അതോടൊപ്പം തന്നെ തൊറൻഡിക്കിനെ പറ്റി ഞാൻ ഡീപ്പായിട്ട് ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഡൗട്ടുള്ളവർക്ക് അതൊന്ന് ജസ്റ്റ് റെഫർ ചെയ്യാം. പിന്നെ അതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തതാണ് ലോസ് ഓഫ് ലേണിംഗ് എന്നുള്ളത്. 3 ടൈപ്സ് ഓഫ് ലോസ് ഉണ്ട്. ലോസ് ഓഫ് എക്സസൈസ്, ലോസ് ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ്. ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത് പ്രാക്ടീസാണ്. ലോ ഓഫ് യൂസും അതുപോലെ ലോ ഓഫ് ഡിസ്യൂസും ഈ ഒരു ലോ ഓഫ് എക്സസൈസിൽ വരുന്നതാണ്. അതിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. ആൻഡ് ലോ ഓഫ് എഫക്റ്റ്, ഫ്രം ദ വേർഡ് ഇറ്റ് സെൽഫ് ഇറ്റ്സ് ക്ലിയർ ദാറ്റ് നമ്മൾക്ക് വരുന്ന കോൺസിക്വൻസസ് അല്ലെങ്കിൽ നമ്മളുടെ ഔട്ട്കം ഓഫ് ദ സ്റ്റിമുലസ് റെസ്പോൺസിൻ്റെ ഔട്ട്കമ്മിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലോ ഓഫ് റെഡിനെസ്, നമ്മൾ ചെയ്യാൻ റെഡിയാണോ, ഇപ്പോൾ നിങ്ങൾ കേരള സെറ്റിൻ്റെ എക്സാം പഠിക്കാൻ റെഡിയാണോ എന്നുള്ള ആ ഒരു ലോ ആണ് ലോ ഓഫ് റെഡിനെസ്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗോട്ട് ഓൾ ദ പോയിൻറ്റ്സ് റിഗാർഡിംഗ് our connectionism, Thorndike, trial and error method. Okay, and the last one in this series is Charles Judd. Okay, he was a person who proposed the theory of generalization. അതായത് തിയറി ഓഫ് ലേണിംഗ് ആണ് ആൾ ഉദ്ദേശിക്കുന്നത്. തിയറി ഓഫ് ജനറലൈസേഷൻ വാസ് ഫോർമുലേറ്റഡ് ബൈ ചാൾസ് ജഡ്, which maintained the transfer is a form of generalization which can be encouraged by training. It means that experiences obtained in one situation are applicable towards the other situation. അതായത് നമ്മൾക്ക് ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്ത് നമുക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് നമ്മൾക്ക് മറ്റൊരു സിറ്റുവേഷനിൽ ഈ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു തിയറീനെയാണ് തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ തന്നെ സ്കൂൾ കാലഘട്ടത്തിൽ ഒന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നമ്മൾക്ക് ചിലപ്പോൾ ഫിസിക്സിലും അതുപോലെ തന്നെ മാത്സിലും ഒരേ രീതിയിലുള്ള പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യേണ്ടി വരും. സോ വൺസ് നമ്മൾ മാത്സിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് ഫിസിക്സിലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വൺസ് നമ്മൾ ഫിസിക്സിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട് നമുക്കറിയാമെങ്കിൽ നമുക്കത് മാത്സിൽ ട്രൈ ഔട്ട് ചെയ്യാം. മനസ്സിലായോ? ഇതാണ് ബേസായിട്ട് എനിക്ക് തരാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ. സോ ഇതാണ് തിയറി ഓഫ് ജനറലൈസേഷൻ which was done by Charles H. Judd. I hope you people get my points, right? As per our question ൽ പറയുന്നത് transfer of learning occurs when the student applies his mathematical skills in solving the problem in physics. അതായത് അവൻ മാത്സിന് അവൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കില്ലുകളില്ലേ, ആ ഒരു മാത്സിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അവൻ യൂസ് ചെയ്യുന്ന കുറച്ച് സ്കില്ല്, അത് ഫിസിക്സ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആ ഒരു പ്രോസസ്സ്, ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ലേണിങ്ങിനെയാണ് നമ്മളിപ്പോൾ തിയറി ഓഫ് ജനറലൈസേഷൻ എന്ന് പറഞ്ഞ് ജഡ് എന്ന ആ ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്തത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ്. നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് വാട്ട് ഈസ് ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ ഇമോഷണൽ കോഷ്യൻറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് അറിയാം, പക്ഷേ വൺസ് ക്വസ്റ്റ്യൻ വന്നു കഴിയുമ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷനാവും. അയ്യോ, എന്താ ഇമോഷണൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ കോഷ്യൻറ്റ് എന്താണ് എന്നുള്ളത് എല്ലാവർക്കും കൺഫ്യൂഷനാവും. ആ ഒരു കൺഫ്യൂഷൻ ഇവിടെ വെച്ച് നിർത്തിയേക്ക്. ഇപ്പോൾ ഞാൻ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞു തരാം, ഇതിലൂടെ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഓക്കെ, സോ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ്, ഇമോഷണലായിട്ട് നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, ability to understand, use and manage your own emotion in the positive way to relieve stress, communicate effectively, empathize with others, overcome challenges and diffuse conflict.
അതായത് ഇമോഷണൽ ഇൻ്റലിജൻസ് നമുക്ക് കൂടുതലാണെങ്കിൽ കുറേ അധികം ഗുണങ്ങൾ നമുക്ക് അതിൽ നിന്നുണ്ട്. ഓക്കെ, നമ്മളുടെ തന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റും, മാനേജ് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇതെല്ലാം നമ്മളൊരു പോസിറ്റീവ് വേസിലൂടെയാണ് എടുക്കുന്നതെങ്കിൽ നമ്മളുടെ സ്ട്രെസ്സിന് ഒരു കുറവുണ്ടാവും. അതുപോലെ നമുക്ക് നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരോട് ഒരു എംപത്തൈസ് ആയിട്ട്. ഇമോഷണൽ ഇൻ്റലിജൻസ് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറച്ചധികം സ്റ്റെപ്പുകളുണ്ട്. ഓക്കെ, ഡിഫറെൻറ്റ് വേസിലാണ് നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് ഓരോ സിറ്റുവേഷനിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ഒന്ന് എന്ന് പറയുന്നത് ടു ആക്സെപ്റ്റ് ക്രിറ്റിസിസം ആൻഡ് റെസ്പോൺസിബിലിറ്റി. മറ്റുള്ളവർ നമ്മളെ കുറ്റം പറയുമ്പോഴോ ഇല്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോഴോ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് നമുക്കുണ്ടാവണം. പിന്നെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കാനുള്ള ഒരു മൈൻഡ്, ഓക്കെ, അത് നമ്മൾക്ക് ഉണ്ടാവണം. ദ നെക്സ്റ്റ് വൺ ഇസ് ബീയിങ് ഏബിൾ ടു മൂവ് ഓൺ ആഫ്റ്റർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഒരു മിസ്റ്റേക്ക് നമ്മൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ ഉയർത്തി കയറാം, എൻ്റെ മിസ്റ്റേക്ക് എങ്ങനെ തിരുത്താം എന്ന് ചിന്തിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് ഇമോഷണൽ ഇൻ്റലിജൻസ് കൂടുതലാണ്. ഓക്കെ, ബീയിങ് ഏബിൾ ടു സേ നോ വെൻ യു നീഡ് ടു. പറയേണ്ട സ്ഥാനത്ത് നോ എന്നുള്ള ആ ഒരു 2 ലെറ്റർ പറയാൻ ഏബിളായിരിക്കണം. അത് ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും വലിയ ഒരു നല്ല പ്രാക്ടീസാണ്. ട്രൈ ടു സേ നോ whenever the situation demands. Okay, and being able to share your feelings with others. മറ്റുള്ളവരായിട്ട് നമ്മളുടെ ഫീലിങ്സ് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മൾക്ക് കുറച്ചും കൂടെ ഒരു റിലീവ്ഡ് ആയിട്ട് നമുക്ക് തോന്നും. ആൻഡ് ബീയിങ് ഏബിൾ ടു സോൾവ് ദ പ്രോബ്ലംസ് ഇൻ വേസ് ദാറ്റ് വർക്ക്സ് ഫോർ എവ്രി വൺ. എല്ലാവർക്കും പറ്റുന്ന രീതിയിലായിരിക്കണം ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ. ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാം, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതിനേലും നല്ലത് എല്ലാവർക്കും ആക്സെപ്റ്റബിളായിട്ട് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതല്ലേ. സോ ഗോ ഫോർ ഇറ്റ്. That's all for now. Let's see in the next video. Till then, work hard and study well. Thank you.